ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാ യഹ്റുമു ബിൽ ഹദസിൽ അസ്ഗരി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ചെറിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ. ഉളൂല്ലാതെ ഹറാമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറയുങ്ങൾ. ഉളൂല്ലാതെ ചെയ്യൽ ഹറാമായ കുറച്ച് കാര്യങ്ങൾ. ഒന്ന് നിസ്കാരം അല്ലേ? പിന്നെ പറഞ്ഞോളി. പിന്നെ ആലോചിച്ച് നോക്കി. ഉളൂല്ലാതെ ചെയ്യാൻ പറ്റാത്ത വേറെ കാര്യം എന്താ ഉള്ളത്? ഇത് രണ്ടേ ഉള്ളൂ, നിസ്കാരവും ഖുർആൻ സ്പർശിക്കലും. തവാഫ്. ഓക്കെ. പിന്നെ വേറൊന്നാണ് സുജൂദ്. ഈ തിലാവത്തിന്റെ സുജൂദ്. ഖുർആൻ ഓതാൻ എന്ത് വേണ്ട? ഉളു ആവശ്യമില്ല. വലിയ അശുദ്ധി ഇല്ലാതിരുന്നാൽ മതി. തൊടാനാണ് ഉളു നിർബന്ധം. അതേസമയത്ത് ഓതുന്നതിന്റെ ഇടയിൽ സുജൂദിന്റെ ആയത്ത് വന്ന്, സജിദത്തിന്റെ ആയത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ സുജൂദ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂല. സുജൂദിന് ഉളു നിർബന്ധമാണ്. അതുപോലെ ഇനി ഉളു നിർബന്ധമുള്ള കാര്യങ്ങൾ പെട്ടതാണ് ജുമുഅന്റെ ഖുതുബ ഓതുന്ന ആൾക്ക് ഉളു ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് നമ്മൾ പറഞ്ഞിരുന്നു. മുസ്ഹഫ് തൊടുന്നത് പോലെ തന്നെ ഉളു വേണ്ട വേറെ സാധനമാണ് മുസ്ഹഫ് ചുമക്കലും. മുസ്ഹഫ് ചുമക്കാൻ എന്ത് വേണം? ഉളു വേണം. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് യഹ്റുമു ബിൽ ഹദസിൽ അസ്ഗരി. അൽ ഹദസുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധി. എന്താണ്? ഈ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഖുറാനിൽ സ്പർശിക്കുമ്പോൾ ഉളു വേണം എന്നാണല്ലോ. അപ്പം നമ്മള് ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ ഖുറാൻ പാരായണം ചെയ്യുന്നതിന് ശരിക്കും ഉളു വേണം എന്നുള്ളതാണ്. നല്ല ചോദ്യമാണ്. എന്നുവെച്ചാൽ നമ്മളെ മൊബൈലിൽ ഉപയോഗിക്കുന്ന അത് മുസ്ഹഫായിട്ട് പരിഗണിക്കും. അപ്പൊ അതുപോലെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആ മൊബൈലില് മുസ്ഹഫ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതെടുത്ത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ മൊബൈൽ അപ്പുറത്ത് മാറ്റി വെക്കണോ? കുറെ ഡൗട്ട്സ് ഉണ്ടല്ലോ അല്ലേ? ഖുറാനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മുസ്ഹഫ് ആണെങ്കിൽ നമ്മൾ ഫോണിൽ മുസ്ഹഫ് ഉണ്ട് എന്നാണ്. അപ്പൊ അത് ഓതുന്ന സമയത്ത് തൊടാൻ ഉളു വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന്, മൊബൈൽ കൈ പിടിച്ചിട്ടല്ലോ ചുമക്കാൻ ഉളു വേണോ? അപ്പൊ ഈ മൊബൈൽ എടുത്ത് ബാത്റൂമിൽ പോകാൻ പറ്റുമോ? ഒക്കെ ക്വസ്റ്റ്യൻ ആയി. അപ്പൊ അതിനെ പറ്റിയിട്ട് അലിമിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാല്, പിന്നെ ഖുർആൻ എന്ന് പറയുമ്പോ എഴുതപ്പെട്ടതായിരിക്കണം. എഴുതിയ ഖുർആനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ചർച്ച. എന്താ വെച്ചാല് റിട്ടൺ ആവണം. അപ്പൊ നമ്മളെ മൊബൈലിലുള്ളത് റിട്ടൺ ആണോ, അത് എഴുത്താണോ അതിലുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെപ്പെട്ട ആലിമ്യങ്ങൾ പറഞ്ഞത് അത് എഴുത്തല്ല, അത് പ്രിന്റഡ് കോപ്പിയുടെ സോഫ്റ്റ് കോപ്പിയാണ്. എഴുതപ്പെടുന്ന കോപ്പിയുടെ സോഫ്റ്റ് കോപ്പിയാണ്. സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്ന സമയത്ത് അത് ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ആയി, ഇൻസ്റ്റാൾ ആയി, ഇങ്ങോട്ട് നീക്കിയാൽ അങ്ങോട്ട് മാറി, ഇവനെ കാണൂല. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി. ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ അത് മിസ്സായി. ടോട്ടലി നമ്മൾ ഒരു ഒരു മുസ്ഹഫ് നമ്മളിങ്ങനെ കൈ പിടിച്ചു. ഒരു മുസ്ഹഫ് നമ്മൾ വലത് കൈ പിടിച്ചു. ഇടത് കയ്യിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കണ്ണാടി ഇങ്ങനെ വെച്ചു മുസ്ഹഫിന്റെ നേരെ. അപ്പൊ ഈ കണ്ണാടിയിൽ നമ്മൾ മുസ്ഹഫ് കാണുമല്ലോ. നമ്മള് ഇവിടെ ഇല്ലേ, കണ്ണാടിയിൽ മുസ്ഹഫ് കാണുമല്ലോ. ഈ മുസ്ഹഫ് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇപ്പുറത്ത് വെച്ചാല് ഈ കണ്ണാടി തൊടാൻ ഒരാൾക്ക് ഉളു വേണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആ കണ്ണാടി തൊടാൻ ഉളു വേണ്ട ആവശ്യമില്ല. കാരണം അത് മുസ്ഹഫ് അല്ല, മുസ്ഹഫ് എഴുതപ്പെട്ട സാധനമല്ല. അത് നിഴൽ മാത്രമാണ് ശരിക്കും ഈ കണ്ണാടിയിൽ കാണുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മള് മുസ്ഹഫ് തുറന്നു വെച്ചിട്ട് ഒരു കണ്ണാടി അതിനോട് നേരെ പിടിച്ചു കഴിഞ്ഞാൽ കാണുന്ന കണ്ണാടിയിലുള്ള മുസ്ഹഫ് എന്ന് പറയുന്നത്, അതിനെപ്പറ്റി മുസ്ഹഫ് എന്ന് പറയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മുസ്ഹഫ് എന്ന് പറയുകയാണെങ്കിൽ ആ കണ്ണാടി ചുമക്കാൻ ഉളു വേണ്ടി വരും, തൊടാൻ ഉളു വേണ്ടി വരും, ഇതൊക്കെ വേണ്ടി വരും. പക്ഷെ ആലിമ്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നത് അത് നിഴലാണ്, ലില്ലാണ്. ലില്ലാകുന്ന സമയത്ത് അത് ലില്ലു ഷൈഇ ഗൈറുഹു, അത് ഒരു സാധനത്തിന്റെ നിഴലും അതും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈലിൽ കാണുന്ന എഴുത്ത് എന്ന് പറയുന്നതും ഈ കണ്ണാടിയിൽ കാണുന്ന ഈ നിഴലിനെ പിടിച്ചു വെക്കുന്നതിന് തുല്യമാണ്. ഹബുസുല്ലിന് തുല്യമാണ് എന്നാണ് ആലിമ്യങ്ങൾ പറഞ്ഞത്.
ഇപ്പോ നമ്മള് ക്യാമറയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ചിത്രമാണ് നമ്മൾ ഇതിലിങ്ങനെ കാണുന്നത്. ഒരു ഛായാചിത്രമാണ് കാണുന്നത്. അതിനെ ഒരു അർത്ഥത്തിൽ നില്ല് എന്ന് പറയാം, ഒരു തരത്തിലുള്ള നിഴല് എന്ന് വേണം അതിനെപ്പറ്റി പറയാം. അതിനെ പിടിച്ചു വെക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. പിന്നെ അത് നമ്മുടെ കയ്യിൽ പിടിക്കപ്പെട്ടു, എന്ത് ഈ ഫോട്ടോ എന്ന് പറയുന്നത്. അത് ഡിലീറ്റ് ചെയ്തില്ല നമ്മുടെ കയ്യിലുണ്ടാവും. എന്നതുപോലെ ഈ ഡിജിറ്റൽ മുസ്ഹഫുകൾ എന്ന് പറയുന്നതും അത് ഹബുസുല്ലിന്റെ ഗണത്തിൽ പെടുന്നതാണ്. അത് ഒറിജിനൽ മക്തൂബ് എഴുതപ്പെട്ടത് എന്നതിന്റെ ഗണത്തിൽ വരൂല എന്നാണ് അലിമികൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് തൊടാനോ അത് ചുമക്കാനോ ഒന്നും വുളുവിന്റെ ആവശ്യമില്ല. എന്ന് മാത്രമല്ല ബാത്റൂമിന് മൊബൈൽ എടുത്ത് പോകാൻ പറ്റൂല എന്നുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അതിനോടൊപ്പം വരുന്നില്ല. അതേ സമയത്ത് ആലിമ്യങ്ങളിൽ ചിലരെന്ത് പറഞ്ഞിട്ടുണ്ട്, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് മുസഹഫ് സ്ക്രീനിൽ തുറന്നു വെക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ വുളു ഉണ്ടായിരിക്കണം, വുളു ഇല്ലാതെ അതിന്റെ മുകളിൽ പോയിട്ട് നേരെ പോയി ഖുർആൻ ഇങ്ങനെ ടച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞ ആലിമ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വിഷയം മനസ്സിലായിക്കോ? അപ്പൊ അദബിന്റെ സബീലില് ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ മൊബൈലിൽ സ്ക്രീനിൽ മൊബൈൽ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് നിലത്ത് വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ തുറന്നു വെച്ചുകൊണ്ട് ബാത്റൂമിൽ പോവുക, അല്ലെങ്കിൽ വുളു ഇല്ലാതെ അതിനുമ്മിൽ പോയിട്ട് സ്പർശിക്കുക, അതിനെ ചുമക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ വുളു ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഒഴിവാക്കലാണ് നല്ലത്. ഇനി അത്ര അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുക എന്ന് മാത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. അപ്പം ശരിക്കും നമ്മൾ ഊതാനുള്ള ഒരു ഉദ്ദേശത്തില് ഖുറാനില് ഊതുന്ന സമയത്ത് ഊതുണ്ടായിരിക്കുന്നതാണ് ഉത്തമം എന്നുള്ളതാണ് അല്ലെ? അതെ അതെ, വുളു ഉണ്ടായിരിക്കണം എന്നതാണ്. അതേ സമയത്ത് ഇൻ കേസ് വുളു ഇല്ലാതെ ഒരു പെട്ട സാഹചര്യത്തിലൊക്കെ ഓതേണ്ടി വന്നാൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ മൊബൈലിലുള്ള മുസ്ഹഫ് അത് മുസ്ഹഫ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അത് മുസ്ഹഫിന്റെ ഗണത്തിൽ പെടൂല. അപ്പം മൊബൈലിൽ നോക്കി ഓതിയാൽ മുസ്ഹഫിൽ നോക്കി ഓതുക എന്നുള്ള ഒരു പ്രത്യേക സുന്നത്തുണ്ട്. ആ സുന്നത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? മുസ്ഹഫ് എന്ന് നമ്മൾ പറയുന്നതല്ല, പറയുമ്പോൾ അതിൽ ചുമക്കാനും വുളു വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ ഖുർആൻ നോക്കി ഓതാന്നുള്ള പുണ്യം കിട്ടണമെങ്കിൽ അപ്പോഴും മുസ്ഹഫ് ആവണ്ടേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വുളു കൊണ്ട്, ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബഷീർക്ക, ചെറിയ അശുദ്ധി കൊണ്ട് വുളു ഇല്ലാതെ ചെയ്യൽ ഹറാമാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ 6 കാര്യങ്ങൾ യഹ്റൂമു ബിൽ ഹദസിൽ അസ്ഗരി സിത്തത്തു ഉമൂരിൻ, 6 കാര്യങ്ങൾ ഹറാമാവും. 1 സ്വലാത്തുൻ, നിസ്കാരം, തവാഫുൻ. തവാഫ് എന്ന് പറയുമ്പോൾ തവാഫ് തന്നെ, തവാഫ് വുളു ഇല്ലാതെ പറ്റൂല. അപ്പോൾ വുളു മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചുറ്റാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം, നേരെ പോയി വുളു എടുത്ത് വരണം. തവാഫ് എന്നുള്ള നിലക്ക് പിന്നെ ചുറ്റരുത്. അതൊരു ഇബാദത്താണ്. ഇബാദത്താകുമ്പോൾ അതിന് വുളു വേണം. വുളു നിർബന്ധമാകുന്ന ഇബാദത്തപ്പെട്ടതാണ് തവാഫ്. അതാണ് അതിന് കാരണം. വ സുജൂദുൻ, വേറൊരു കാര്യമാണ് അതുപോലെ തന്നെ വുളു നിർബന്ധമുള്ള സുജൂദ്. സുജൂദ് എന്ന് പറയുമ്പോൾ നിസ്കാരം തന്നെ പറ്റൂല എന്ന് പറയുമ്പോൾ പിന്നെ സുജൂദ് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? അതുണ്ട്. കാരണം നിസ്കാരം എന്നുള്ളത് അല്ലാതെയും ചിലപ്പോൾ എന്ത് വരും, പിന്നെ വുളു വരും. നിസ്കാരം എന്നുള്ളതല്ലാതെയും ചിലപ്പോൾ എന്ത് വരും, പിന്നെ സുജൂദ് വരും. അതെങ്ങനെ? തിലാവത്തിന്റെ സുജൂദ് പോലെ, ശുക്രിന്റെ സുജൂദ് പോലെ. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് 2.
ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വുളു ഇല്ലാതെ ഹറാമാകുന്ന 6 കാര്യങ്ങളാണ് പറഞ്ഞത്. അതില് നിസ്കാരം പറഞ്ഞു, തവാഫ് പറഞ്ഞു, സുജൂദ് പറഞ്ഞു. സുജൂദ് ഒരു നിലക്കും പറ്റൂല. അപ്പോ ശുക്രിന്റെ സുജൂദും പറ്റൂല, തിലാവത്തിന്റെ സുജൂദും പറ്റൂല. ഖുതുബത്തുൽ ജുമുഅത്തി, ജുമുഅന്റെ ഖുതുബ ഞാൻ പറഞ്ഞിരുന്നു. ഖുതുബ ഓതുന്ന സമയത്ത് വുളു വേണം. അപ്പൊ ഒരു മൊയിലേർ ഖുതുബ ഓതിക്കൊണ്ട് നിൽക്കുമ്പോൾ വുളു പോയാലോ, പോയി വുളു എടുത്ത് വരണം, എന്നിട്ട് വീണ്ടും ഖുതുബ ഓതണം. ഖുതുബ ഫസ്റ്റ് മുതൽ തലക്ക് മുതൽ ഓതണം. കാരണം എന്താ, ഖുതുബക്ക് വുളു നിർബന്ധമാണ്. പിന്നെ ഇടയിൽ അങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ മുറിഞ്ഞു നിൽക്കാൻ പറ്റൂല. അപ്പൊ വീണ്ടും ഫസ്റ്റ് മുതൽ ഓതേണ്ടി വരും. അതുപോലെ ഹംലുൽ മുസ്ഹഫി, മുസ്ഹഫ് ചുമക്കാനും വുളു വേണം. വമസ്സുഹു, മുസ്ഹഫ് സ്പർശിക്കാനും എന്ത് വേണം, വുളു വേണം. എന്ന് പറയുമ്പോ അവിടെ വേറൊരു എക്സെപ്ഷൻ ഉണ്ട്. മുസ്ഹഫ് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്. നമ്മുടെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ട്, അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, കൂട്ടത്തിൽ മുസ്ഹഫ് ഉണ്ട്. അത് കൂട്ടത്തിലുള്ള മുസ്ഹഫ് തൊടാന് അതിപ്പോ അതൊരു ചരക്ക് എന്ന രൂപത്തിലാണ് മുസ്ഹഫ് ബാക്കിയുള്ള സാധനങ്ങളോട് കൂടെ ഉള്ളത്. അപ്പോ പിന്നെ ആ മുസ്ഹഫ് ചുമക്കാന് മറ്റു സാധനങ്ങളോട് കൂടെ ചുമക്കാന് വുളു വേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഷാഫി മദ്ഹബിൽ പറയുന്നത്. ഫത്തുൽ മുഈനിലൊക്കെ ആ വിഷയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലായോ? അതേസമയത്ത് മുസ്ഹഫ് മാത്രമേ ആ ബാഗിലുള്ളൂ, അല്ലെങ്കിൽ കാര്യമായിട്ട് അതിൻ്റെ അകത്തുള്ള മുസ്ഹഫ് തന്നെയാണ്, അങ്ങനെയാണെന്ന് പറ്റൂല. അപ്പോൾ വുളു വേണം. ഖാല അല്ലാഹു തആല ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, വിശുദ്ധ ഖുർആൻ സ്പർശിക്കുകയില്ല. ഇല്ലൽ മുത്തഹ്ഹറൂൻ, ഇല്ലൽ മുത്തഹ്ഹറൂൻ തൊഹൂർ ശുദ്ധിയുള്ള ആളുകളല്ലാതെ വിശുദ്ധ ഖുർആൻ സ്പർശിക്കുകയില്ല, സ്പർശിക്കാൻ പാടില്ല എന്നർത്ഥം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ വിശുദ്ധ ഖുർആൻ സ്പർശിക്കരുത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും ഇദാ അഹ്ദഥ ഹത്താ യതവല്ലഅ, നിങ്ങളിൽ ആരെങ്കിലും ചെറിയ അശുദ്ധിക്കാരനോ വലിയ അശുദ്ധിക്കാരനോ ആയി, ചെറിയ അശുദ്ധിക്കാരനായി എന്നാണ് ഇവിടെ ഉദ്ദേശം, ചെറിയ അശുദ്ധിക്കാരനായി കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഹത്താ യതവല്ല, അവൻ വുളൂ ചെയ്യുന്നത് വരെ. അപ്പൊ വുളുവോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. വതവല്ലഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിത്തവാഫി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യാൻ വേണ്ടി വുളൂ ചെയ്തു. വഖാല, എന്നിട്ട് പറയുകയും ചെയ്തു, ലിതഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ മനാസിക്, ഹജ്ജ്, ഉംറ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ആരാധനാ കർമ്മങ്ങൾ, അതിനാണ് മനാസിക് എന്ന് പൊതുവെ പറയാം. അപ്പോൾ ആരാധനകൾ എന്നിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യൂ, പിടിക്കൂ, എന്നിൽ നിന്ന് സ്വീകരിക്കൂ എന്നർത്ഥം. അപ്പോ എന്നെ കണ്ടുകൊണ്ട് പഠിക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലായതിൽ നിന്ന്? തവാഫ് ചെയ്യുമ്പോൾ വുളു ആണെന്ന് മനസ്സിലായി. ഇനി വക്കൽ മുസ്ഹഫി, ഇനി മുസ്ഹഫ് നമ്മളിപ്പോ പറഞ്ഞു, മുസ്ഹഫ് തൊടാനോ വുളു വേണ്ടേന്ന് പറഞ്ഞു, മുസ്ഹഫ് ചുമക്കാനോ വുളു വേണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യം, ഒരു കടലാസിൽ ഒരു ആയത്ത് എഴുതി, അതിനെപ്പറ്റി ഇപ്പൊ മുസ്ഹഫ് എന്ന് പറയൂല, അപ്പൊ അത് ചുമക്കാനും തൊടാനും വുളു ആണോ വേണ്ടേ? വക്കൽ മുസ്ഹഫി മാ കുതിബ ഫീഹി ഖുർആനുൻ, ഖുർആൻ എഴുതപ്പെട്ട വല്ല വസ്തു ഉണ്ടെങ്കിൽ അതും മുസ്ഹഫിനെ പോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് ചുമക്കാനും തൊടാനും എന്ത് വേണം? വുളു വേണം എന്ന് മനസ്സിലായി. ലാക്കിന്നൽ മുസ്ഹഫ യഹ്റുമു ഹംലുഹു വമസ്സുഹു മുത്ലഖൻ വഗൈറുഹു ഇൻ കുതിബ ലിദ്ദിറാസത്തി അവിൽ ഖിറാഅത്തി ഫയഹ്റുമു വഇൻ കുതിബ ലിത്തബറുക്കി ഫലാ. ഏയ്, ഇവിടെ ഇല്ല എല്ലാരും? നമ്മളിവിടെ ഇല്ലേ? ഓക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് പറഞ്ഞാല് മുസ്ഹഫ് പോലെ തന്നെയാണ് വല്ല കടലാസിലും അല്ലെങ്കിൽ വല്ല എന്താണ് തുണിയിലോ മറ്റോ എന്തിലെങ്കിലും ഖുർആൻ എഴുതപ്പെട്ട വല്ല വസ്തു ഉണ്ടെങ്കിൽ അതിനും ഖുർആന്റെ വിധി തന്നെയാണ് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഖുർആന് നമുക്കൊരു മുസാഫ് കിട്ടി, ഈ മുസാഫ് ഏത് മൊബൈലാണ്, ഒറിജിനൽ മുസാഫ് ആണെങ്കിൽ എങ്ങനെ തൊടലും ഹറാമാണ്. എന്തുദ്ദേശത്തിൽ തൊട്ടാലും കാര്യമില്ല, അത് തൊടൽ ഹറാമാണ്.
അതേ സമയത്ത് ഒരു കടലാസിൽ എഴുതപ്പെട്ട ഖുർആന്റെ ആയത്താണ്. അങ്ങനെയാണെങ്കിൽ അത് തൊടുന്നിടത്ത് ചെറിയ ചില വ്യത്യാസമുണ്ട്. ആ എഴുതപ്പെട്ടത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ അത് വായിച്ച് പഠിക്കാൻ വേണ്ടി വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എഴുതിയതാണോ, എന്നാൽ അത് തൊടല് ഹറാമാവും. വൈൻ കുത്തിബലി തബറുക്കി, എന്നാൽ അത് എഴുതിയത് തബറുക്കിന് വേണ്ടിയിട്ടാണ്, എന്നാൽ ഹറാമാവൂല. ഒന്നുകൂടി, ഖുർആൻ എഴുതിയത് തബറുക്കിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഷിഫ കിട്ടാൻ വേണ്ടിയിട്ട് ഖുർആൻ എഴുതിയിട്ട് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് എഴുതിയതാണ്. അല്ലെങ്കിൽ ഒരായത്ത് എഴുതിയിട്ട് അതിന്റെ ബർക്കത്ത് നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എഴുതിയതാണ്. ഈ ഉദ്ദേശത്തിൽ എഴുതിയതാണെങ്കിൽ അത് തൊടാൻ വുളു വേണ്ട. അതല്ല, വായിക്കാന് പഠിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള വല്ല ലക്ഷ്യത്തിലും എഴുതിയതാണെങ്കിൽ അപ്പോൾ എന്ത് വേണം, വുളു വേണം എന്നർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഒരു മിനിറ്റ്. നമ്മുടെ ചെറിയ പേപ്പറിൽ എഴുതിയ ഖുർആന്റെ കഷ്ണമൊക്കെ കിട്ടിയാലും അത് തൊടണമെങ്കിൽ ഒതു വേണം. അതാണ് നമ്മളിപ്പോ പറഞ്ഞ വുളു വേണം. എങ്ങനെയാണെങ്കിൽ അത് പിന്നെ അത് തബറുക്കിന് വേണ്ടി എഴുതിയതാണെങ്കിൽ വുളു വേണ്ട, വുളു നിർബന്ധമില്ല എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒരു വിദ്യാർത്ഥി പഠിക്കാൻ ആവശ്യത്തിന് ഖുർആന് അതിന് ഒതു വേണം. അല്ല, കുട്ടിയുടെ വിഷയമല്ല നമ്മളിപ്പോ പറയുന്നത്. ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാരെ വിഷയം ഇപ്പൊ പറയുന്നത്. അതിൽ എഴുതപ്പെട്ടത് പഠിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ മദ്രസത്തെ പുസ്തകത്തിൽ എഴുതിയ ഒരു കടലാസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആയത്ത് വന്നിട്ടുണ്ട്, അപ്പൊ പഠിക്കാൻ എഴുതിയതാണ്. അത് വലിയൊരാൾക്ക് പോയി തോന്നെങ്കിൽ വുളു നിർബന്ധമാണ്. ആ സമയത്ത് ഒരു അസ്മാന്റെ ഉസ്താദിന്റെ അടുത്ത് പോയ സമയത്ത് ഉസ്താദ് ഒരു കടലാസിൽ ഒരു ആയത്ത് എഴുതി തന്നു. അത് ബറക്കത്തിന് വേണ്ടി തബറുക്കിന് വേണ്ടി എഴുതി തന്നെയാ, എന്നാൽ അത് തൊടാൻ വുളു നിർബന്ധമില്ല എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിന്റെ അർത്ഥം വലിയവർക്ക് പഠിക്കാനാണെങ്കിൽ ഒതു വേണം. വലിയവർക്ക് പഠിക്കാനാണെങ്കിൽ വുളു വേണം. കുട്ടികളുടെ വിഷയം പിന്നെ ഓല് മഴദൂര്യങ്ങളാണ്. എന്ന് വെച്ചാല് അവര് പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്നുള്ള അളവാണ് അവർക്ക് കൊടുക്കുക നമ്മള്. അപ്പൊ പഠിക്കാൻ എന്നുള്ള ആവശ്യത്തിന് അവരെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പറയും. ഇനി പറയുന്നത് വിശുദ്ധ ഖുർആൻ അത് സ്പർശിക്കല് ഹറാമാകും. വയഹ്റുമു മസ്സുൽ മുസ്ഹഫി വലൗ ബിഹാഇലി, മറയോടുകൂടെയാണെങ്കിലും വിശുദ്ധ ഖുർആൻ സ്പർശിക്കല് ഹറാമാകും. വുളു ഇല്ലാതെ മറയോടുകൂടെയാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ സ്പർശിക്കുന്നത് എങ്കിലും ഹറാമാകും. വറഖിഹി, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ പേജ് സ്പർശിക്കലും ഹറാമാകും. നമ്മൾ മുസ്ഹഫ് എഴുതിയ ആ സ്ഥലത്ത്, ഖുർആൻ എഴുതിയ സ്ഥലത്തല്ല തൊടുന്നത്, പിന്നെ പേജിന്റെ തമ്പാ തൊടുന്നത്. പറ്റൂല, വുളുവില്ലാതെ പറ്റൂല. നമ്മൾ കൈക്ക് ഗ്ലൗസ് ഇട്ട് എന്നിട്ടാണ് തൊടുന്നത്, ഹായിലുണ്ട്, അപ്പൊ അതിന്റെ ഇടയിൽ മറുണ്ട്, പറ്റൂല. അല്ലെങ്കിൽ മുസാഫിന്റെ മേലെ എന്തോ ഒരു സാധനം, ഒരു തുണി ചെറുങ്ങനെ വെച്ചിട്ട് ആ തുണീന്റെ മേലെ കൂടി പോയിട്ടാണ് തൊടുന്നത്, പറ്റൂല. വ ബയാലിഹി, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ എഴുതിയതിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ എഴുത്തില്ലാത്ത വെളുത്ത ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, എഴുത്ത് വീഴാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഈ പേജിൽ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, വയഹ്റുമു മസ്സുൽ മുസഹഫി എന്ന് പറഞ്ഞ് വലോ ബിഹായിലിൻ. അപ്പൊ ഇപ്പൊ ഈ ആരോ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടല്ലോ, വൈറ്റ്. അങ്ങനെ മുസാഫിൽ എവിടെയും കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ തൊടലും ഹറാമാകും. അവിടെ ശരിക്കും മുസാഫ് എഴുതിയിട്ടില്ല, എന്നാലും ഹറാമാകും. വ ജിൽദിഹി, അതുപോലെ മുസാഫിന്റെ ചട്ട ഉണ്ടല്ലോ പുറത്തുള്ള, അത് തൊടലും ഹറാമാകും. വഖദാ ലർഫുഹു, എന്ന് മാത്രല്ല മുസാഫ് ഇടാൻ പണ്ടൊക്കെ ഒരു ചെറിയൊരു നല്ലൊരു കവറിങ് ഉണ്ടാവുമല്ലോ. ഈ ഉമ്മാമാരുടെ അടുത്തൊക്കെ പണ്ട് നമ്മള് ഒരു നാടൻ കവറിങ് ഉണ്ടാവും ഒരു തുണീനെ കൊണ്ട്. അതല്ലെങ്കിൽ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് ഒരു ചെറിയൊരു പെട്ടി മോഡലിൽ വരുന്ന മുസാഫുകൾ ഉണ്ടല്ലോ, അതിനായിട്ടുള്ള എന്നുവെച്ചാല് ലർഫുഹു വ സുന്ദൂഖുഹു, മുസാഫ് ഇടാനുള്ള പാത്രവും അതിന്റെ പെട്ടിയും എന്ന് പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ, നേരെ ഒന്നും മേലെ ചെറിയ സാധനം നേരെ പൊതിയുന്നത്, ഒന്ന് അത് വെക്കാനുള്ള ഒന്നുകൂടി വലിയ സാധനം, ഇത് തൊടലും ഹറാമാകും. ബി ഷർത്തൈനി, രണ്ട് ഷർത്തുണ്ട്, അത് രണ്ടും തൊടലും ഹറാമാവാന്. എങ്ങനെ? ഖുർആൻ ഇട്ട് വെക്കുന്ന അതിന്റെ കവറ്, അതുപോലെ തന്നെ അത് ഇട്ട് വെക്കുന്ന പെട്ടി, ഇത് തൊടാൻ രണ്ട് നിബന്ധനകളുണ്ട്. ഇത് തൊടുന്നത് ഹറാമാകാൻ, നിഷിദ്ധമാകാൻ രണ്ട് നിബന്ധനകളുണ്ട്. രണ്ട് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഇത് ഹറാമാവുന്നത്. ഒന്ന്, കൗനുഹുമ മുഅദ്ദൈനി ലഹു,
ഈ രണ്ട് സാധനവും നിർമ്മിക്കപ്പെട്ടത് ഖുർആന് വേണ്ടി തന്നെ നിർമ്മിക്കപ്പെട്ടതാവുക. കൗനുൽ മുസ്ഹഫ് ഫീഹിമ, മുസ്ഹഫ് അതിൽ അന്നേരം ഉണ്ടാവുകയും ചെയ്യാം. അപ്പോ പിന്നെ നമ്മുടെ എന്തോ ഒരു സാധനം വാങ്ങിയ ഒരു കാർഡ്ബോർഡിന്റെ പെട്ടിയായിരുന്നു, നമ്മൾ മുസ്ഹഫ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച്, ആ കാർഡ്ബോർഡിന്റെ പെട്ടി തൊടുന്നോണ്ട് ഹറാമാവോ ഇല്ലയോ? പറയൂ ബഷീർക്ക, പറയൂ, പറ്റോ? നമ്മള് കടയിൽ നിന്നൊരു സാധനം വാങ്ങി, ഒരു ചെറിയ ഹെഡ്സെറ്റോ മറ്റോ വാങ്ങി, അപ്പൊ അതിന്റെ വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പാക്കഡ് ചെയ്ത് ഖുർആൻ, ഞാൻ ഇപ്പൊ അലോകോഷി കമ്പനിന്നൊക്കെ ഞാൻ പോകുന്ന റൂമിലേക്ക് പാക്കഡ് ചെയ്ത ഖുർആൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നിറച്ച് കൊണ്ടുപോവാറുണ്ട് ആൾക്കാർ, ഒരുപാട് പേരും. ഏത് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടല്ലോ കമ്പനി ഇറക്കും, അപ്പൊ അത് പോവാറുണ്ടല്ലോ. അതുണ്ട്. അതായത് നിങ്ങൾ പറയുന്നത് മുസാഫ് തന്നെ കവർ ചെയ്തിട്ട് ഒരു ചെറിയൊരു പെട്ടി മോഡൽ, ഗിഫ്റ്റ് മോഡൽ വരുന്നതല്ലേ? അതാണ് നമ്മളിപ്പോ പറയുന്നത്. അത് തൊടൽ ഏതായാലും ഹറാമാണ്. അതിലേക്ക് ഞാൻ വരാം. നമ്മളിപ്പോ ചോദിച്ചത് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വേറൊരു സാധനം, ഒരു പുസ്തകം വാങ്ങി, സാധാ പുസ്തകം, അതിന് ചെറിയൊരു കവർ ചെയ്തിട്ടാണ് വന്നത്. ആ കവറിൽ നിന്ന് മുസാഫ്, ആ പുസ്തകം ഒഴിവാക്കി മുസാഫ് അതിൽ വെച്ചു. അപ്പൊ ഈ സാധനം തൊടൽ ഹറാമാവോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. മുസാഫ് തൊടുന്നില്ല നമ്മള്, എന്തേ തൊടുന്നുള്ളൂ? ഈ പെട്ടിയെ തൊടുന്നുള്ളൂ. ഹറാമാവോ ഇല്ലയോ? എന്താ ജൻഷീർഖാൻ ഉത്തരം? പറഞ്ഞോളി. പോലെയാണെങ്കിൽ അത് ഹറാമാണ്. ഹറാമാണ്. ജൻഷീർഖാന്റെ അഭിപ്രായം എന്താ? ബഷീർഖാന്റെ അഭിപ്രായം? ബഷീർഖാക്ക് എന്താ എതിരഭിപ്രായം ഉണ്ടോ? അല്ലല്ല, അത് നേരത്തെ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് അത് തൊടൽ ഹറാമാണ്. മുകളിൽ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ അത് തൊടലും ഹറാമാണ്. എന്നാൽ അത് ഹറാമല്ല. കാരണം രണ്ട് നിബന്ധനകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, കൗനുഹുമ മുഅദ്ദൈനി ലഹു, അതിനു വേണ്ടി തന്നെ നിർമ്മിക്കപ്പെട്ടതാവുക എന്നതാണ് ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന മുസാഫ് അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിപ്പോ കടയിൽ നമ്മൾ നിർമ്മിക്കപ്പെട്ടത് മുസാഫ് ഇടാൻ വേണ്ടിയിട്ടല്ല, അത് വേറൊരു പുസ്തകം ഇടാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു. ഇപ്പൊ നമ്മളതിൽ മുസാഫ് ഇട്ടുന്നുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടതായില്ല എന്ന നിബന്ധന ഇല്ലാത്തത് കൊണ്ട് അത് തൊടല് ഹറാമാവൂല. മുസാഫ് ഉണ്ടെങ്കിലും ഹറാമല്ല, കാരണം ഈ രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ. ഇനി ഗിഫ്റ്റ് കവർ നോക്കാം. പിന്നകത്തുള്ളവർ പറഞ്ഞതുപോലെ നമുക്ക് മുസാഫ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അതിന് ചെറിയൊരു പെട്ടിയോട് കൂടെ, കവറിങ്ങോട് കൂടെയാണ് വന്നത്. എന്നിട്ട് നമ്മൾ ആ മുസാഫ് എടുത്തിട്ട് മെല്ലെ അതിൽ നിന്ന് ഊരി മാറ്റി വെച്ചു. ആ പെട്ടി ഇപ്പൊ തൊടാൻ പറ്റൂല്ലോ? പറഞ്ഞോളി. തൊടാൻ പറ്റുമോ? അതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ലേ, പറ്റുമോ? അതാണ്, മുസാഫ് ഇല്ലെങ്കിൽ തൊടാൻ പറ്റും, മുസാഫ് ഉണ്ടാവുമ്പോ പറ്റൂല. അപ്പൊ മുസ്ഹഫ് ഇടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പെട്ടിയോ കവറോ മുസ്ഹഫ് അതിലുള്ള സമയത്ത് തൊടാൻ പറ്റൂല. ഇതാണ് ഇപ്പൊ തൊടാൻ പറ്റാത്തത് നമ്മൾ പറഞ്ഞത്. അതല്ലാതെ മുസ്ഹഫിന് വേണ്ടി അല്ലാതെ നിർമ്മിക്കപ്പെട്ട വല്ല പെട്ടിയോ കവറോ അതിൽ മുസ്ഹഫ് ഇട്ട് എന്നതുകൊണ്ട് തൊടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാവരുത്. ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ തൊടാൻ പറ്റൂല. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്, പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ ഈ പെട്ടി മോഡലൊക്കെ ഇങ്ങനെ മുസാഫ് ഇട്ട് വെക്കാനുള്ള ചെറിയ കവർ ചെയ്ത് വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ചെറിയ പെട്ടിയായിട്ടുള്ള. ചില പള്ളികളൊക്കെ കാണും ഇപ്പോൾ, പുതിയ പള്ളികളിലൊക്കെ. അത് മുസാഫ് ഇടാൻ വേണ്ടി ആയിട്ട് നിർമ്മിച്ച സാധനമാണ്, മുസാഫാണ് അതിലുള്ളതും. അത് അതിനെ നേരെ പോയി അപ്പോൾ തൊടാൻ പറ്റൂല എന്ന് വരും. ചെറിയ പെട്ടി മോഡലിലുള്ളതാണ് ഞാൻ പറഞ്ഞത്, അല്ലെ ചുമരുമ്പിലൊക്കെ കൊണ്ടുവച്ചതല്ല നമ്മൾ പറയുന്നത്. ഇനി വലാ യഹ്റുമു ഹംലുഹു മഅ മതാഇൻ വൽ മുസ്ഹഫു ഗൈറു മഖ്സൂദിൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മസല പറയുന്നത്. വിശുദ്ധ ഖുർആന് ചുമക്കാൻ വുളു വേണം നമ്മൾ പറഞ്ഞു, ചുമക്കാൻ എന്ത് വേണം? വുളു വേണമെന്ന് പറഞ്ഞു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വുളു ഇല്ലാതെ ചുമക്കൽ പറ്റും. വലാ യഹ്റുമു ഹംലുഹു, വിശുദ്ധ ഖുർആൻ ചുമക്കൽ ഹറാമാകൂല വുളു ഇല്ലാതെ. മഅ മതാഇൻ, ഒരു ചരക്കിന്റെ കൂടെ. വൽ മുസ്ഹഫു ഗൈറു മഖ്സൂദിൻ,
ആ ചരക്കിന്റെ കൂട്ടത്തില് മുസഹഫ് അല്ല മെയിൻ പ്രൊഡക്റ്റ്, അല്ല മെയിൻ ചരക്ക് എന്ന് പറയുന്നത് മുസഹഫ് അല്ല. അപ്പൊ പിന്നെ മുസഹഫ് ഇടുന്നോണ്ട് കുഴപ്പമില്ല. മുസഹഫ് ചുമക്കുന്നോണ്ട് കുഴപ്പമില്ല, തൊടുന്നോണ്ട് കുഴപ്പമില്ല എന്നുള്ളതല്ല, ചുമക്കുന്നോണ്ട് കുഴപ്പമില്ല. തൊടുന്ന അപ്പം പ്രശ്നം തന്നെയാണ്, ഒന്നുമില്ലാതെ തൊടാൻ പറ്റില്ല. ചുമക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് വീട് മാറുകയാണ്, വേറൊരു വീട്ടിലേക്ക് മാറുകയാണ്, അല്ല റൂം മാറുകയാണ്. നമ്മളെ കയ്യിൽ വേറെ പല സാധനങ്ങളുണ്ട്, കൂട്ടത്തിൽ മുസഹഫ് ഉണ്ട്. ഇപ്പൊ മുസഹഫ് തന്നെയല്ല നമ്മളെ കസ്ദ് എന്ന് പറയുന്നത്, കൂട്ടത്തിലുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു ഗുഡ്സ് എന്നുള്ള നിലക്കാണ് നമ്മൾ അതിനെ നമ്മളെ ഒപ്പം വെക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ വുളു ഇല്ലാതെയും ചുമക്കാം എന്നതിന്റെ അർത്ഥം വുളു ഇല്ലാതെ തന്നെ ചുമക്കണം എന്നല്ല, വുളുവോടുകൂടെ ചുമക്കാണ് വേണ്ടത്. ഇൻ കേസ് വുളു ഇല്ലെങ്കിൽ പോയാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. വലാ മഅ തഫ്സീരിൻ സാദ അലൈഹി, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ചുമക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലാ മഅ തഫ്സീരിൻ സാദ അലൈഹി, വിശുദ്ധ ഖുർആനും ഉണ്ട്, കുറച്ച് തഫ്സീറുണ്ട്, തഫ്സീറിന്റെ കുറച്ച് കിതാബുകളുണ്ട്. അപ്പോ തഫ്സീർ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനേക്കാൾ കൂടുതലുണ്ട്, എന്നാലും അങ്ങനെ ചുമക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഖുർആനാണ് കൂടുതലെങ്കിൽ ചുമക്കാൻ പറ്റൂല. ഇത് കൃത്യമായിട്ട് മനസ്സിലാവാന് ഇപ്പോ പിന്നെ തഫ്സീറുൽ ജലാലൈനിന്റെ കിതാബ് ഉണ്ടാവും, വലിയ കിതാബ്. അപ്പൊ അതിൽ തഫ്സീറുൽ ജലാലൈനിയും ഖുർആനും മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതില് തഫ്സീർ ഉള്ള പോലെ തന്നെ ഖുർആനും ഉണ്ടാവും. അപ്പൊ ഏകദേശം രണ്ടും സെയിമാണ്, അല്ലെങ്കിൽ ഖുർആൻ കൂടുതലുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ചെറിയ തഫ്സീറുകളാണെങ്കിൽ അപ്പൊ അതിനൊന്നായിട്ട് ചുമക്കല് പാടില്ല, ഹറാമാകും. അപ്പൊ അതിൽ ഏതാണ് കൂടുതൽ വരുന്നത് എന്ന് നോക്കണം. ഖുർആനാണോ തഫ്സീറാണോ കൂടുതൽ വരുന്നത്? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ സൂക്ഷ്മതക്ക് എന്ത് ചെയ്യലാണ് നല്ലത്, ഒഴിവാക്കലാണ്, ഒന്നും ഇല്ലാതെ എടുക്കാതിരിക്കലാണ്. അതേ സമയത്ത് ഇപ്പൊ തഫ്സീർ റാസി പോലെയുള്ള കിതാബുകളാണ്, അപ്പൊ അതിൽ ഖുർആൻ ഉണ്ട്. തഫ്സീർ റാസി ആകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഖുർആൻ ഉണ്ടാവും, പക്ഷെ തഫ്സീർ കുറെ കൂടുതലുണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് കൂടുതൽ ഖുർആനേക്കാൾ കൂടുതൽ തഫ്സീർ ആവുന്ന സമയത്ത് ആ കിതാബ് ചുമക്കാൻ വുളു വേണമെന്നില്ല. അതൊക്കെ മനസ്സിലായോ? ഒരു കിതാബ് അല്ലെങ്കിൽ ഒരു പുസ്തകം, ഒരു കിതാബ്, ആ കിതാബില് ഖുർആനാണ് ആ കിതാബിന്റെ ഇബാറത്തുകളെക്കാളും കൂടുതൽ വരുന്നത്, തഫ്സീറിനേക്കാൾ കൂടുതൽ വരുന്നത് എങ്കിൽ അത് ചുമക്കാൻ വുളു വേണം. അപ്പൊ മുസാഫ് ചുമക്കാൻ മാത്രമല്ല വുളു വേണ്ടത്, തഫ്സീറിന്റെ കിതാബ് ചുമക്കാനും വുളു നിർബന്ധമാണ്. തഫ്സീറിന്റെ കിതാബ് ചുമക്കൽ ഹറാമാകും എപ്പോ ആ തഫ്സീറിനേക്കാളും കൂടുതൽ ആ കിതാബിൽ ഖുർആനാണ് ഉള്ളതെങ്കിൽ. ഒക്കെ മനസ്സിലായോ? ഇനി വലാ തംകീനു സബീൽ മുമയ്യിസിൽ മുഹ്ദിസി മിൻ ഹംലിഹി വമസ്സിഹി ലിദ്ദിറാസത്തി, അതുപോലെ തന്നെ ഹറാമാവാത്ത വേറൊരു കാര്യമാണ്, ചെറിയ കുട്ടിക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തൊടാനും സ്പർശിക്കാനും ചുമക്കാനൊക്കെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അനുവദിക്കുക എന്ന് പറയുന്നത് ഹറാമാവൂല. ചെറിയ കുട്ടിക്ക് ഹറാമാവോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടിക്ക് എന്ത് ഹറാമ്, എനിക്ക് ഹറാമില്ല. അതേ സമയത്ത് ഹറാമും ഹലാലും വരിക കുട്ടിയുടെ രക്ഷിതാക്കൾക്കാണ്. കുട്ടിയെ അത് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഹറാമാവും. കുട്ടിയോട് പിന്നെ കുട്ടിയെ ഒരു ഹറാമ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഹറാമിന്റെ കുറ്റം കിട്ടും, കുട്ടിക്ക് ഹറാമിന്റെ കുറ്റം കിട്ടൂല. എന്നതുപോലെ മുസാഫ് തൊടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാവിന് കുറ്റം കിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച തന്നെ. അപ്പൊ അതിന്റെ ഇതെന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത്, ചെറിയ കുട്ടിയെ പഠിക്കാൻ വേണ്ടി, പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടിക്ക് മുസാഫ് തൊടാൻ അനുവദിച്ചു കൊടുത്താൽ ഒന്നുമില്ലാതെ കുഴപ്പമില്ല, പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ. എന്ന് പറയുന്നത് എന്ത് മനസ്സിലായി? നമ്മുടെ ടേബിൾ മേൽ മുസാഫ് ഉണ്ട്, ആ മുസാഫ് എടുത്തിട്ട് ഷെൽഫിൽ വെക്കണം. നമുക്കാണ് ഇപ്പൊ വുളു ഇല്ല, കുട്ടിക്ക് വുളു ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടീനോട് മോനെ എഴുതുന്നു എടുത്ത് അതിന്റെ മുകളിൽ വെക്കുക എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്. എങ്ങനെ? ചെറിയ കുട്ടിയോട് മുസാഫ് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മുകളിൽ വെക്കുക എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, ഹറാമാന്നാണ്. ചെറിയ കുട്ടി മുസാഫ് തൊടല് ഹലാലാണ് എപ്പോ? അത് പഠിക്കാൻ വേണ്ടി തൊടല്, പഠിക്കാൻ വേണ്ടി ചുമക്കല്. ഇപ്പൊ മദ്രസയിലേക്ക് ചുമന്നു പോകുമ്പോ പഠിക്കാൻ വേണ്ടി ചുമന്നു പോകുന്നയാ. ഇതിപ്പോ ഷെൽഫിന്റെ മുകളിൽ കയറ്റി വെക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണോ? അല്ല, അപ്പൊ ഹറാമാണ്. അപ്പൊ ചെറിയ കുട്ടിക്കല്ല ഹറാമാവുന്നത്, കുട്ടിയെ അതിനനുവദിക്കുന്ന രക്ഷിതാവിനാണ് നിഷിദ്ധമാവുന്നത്, കുറ്റം കിട്ടുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കണം. പൊതുവെ നമ്മളെ രക്ഷിതാക്കന്മാര് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത്, കുട്ടിക്ക് മുസാഫ് തൊടല് ഹറാമല്ലല്ലോ, പിന്നെ ഓനെ കൊണ്ടെങ്കിൽ എടുപ്പിച്ചാ പോലെ.
അങ്ങോട്ടേക്ക് ഷെൽഫിലേക്ക് എടുത്ത് മാറ്റാനും ഇവിടുന്ന് ഇപ്പുറത്തെ റൂമിൽ നിന്ന് അപ്പുറത്ത് ഉണ്ടാക്കാനൊക്കെ ഒന്നുമില്ലെങ്കിൽ കുട്ടിയോട് പറയാം. പറ്റൂല. അതായത് ഇപ്പൊ പഠിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന ചെറിയ കുട്ടി, അതേ സാഹചര്യത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ പഠിക്കാനല്ല, വിദ്യാർത്ഥി ഇപ്പൊ നമ്മളെ വീട്ടിലുണ്ട് ചെറിയ കുട്ടി, ചെറിയ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരോട് എടുക്കാൻ പറഞ്ഞാലും അത് ഹറാമാണോ? അതും പറയുന്നത് ഇപ്പൊ ചെറിയ കുട്ടിക്ക് തൊടാൻ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള വിഷയം. ആ അനുവദിച്ചു കൊടുക്കുന്നത് അത് പഠനാവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത ആവശ്യത്തിനാണെങ്കിൽ ഹറാമാകും. പഠനാവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതിന് മനസ്സിലായി എന്ത് അല്ലാത്ത പറ്റൂല എന്നുള്ളത്. ഞാനിപ്പോ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ മുസാഫ് അങ്ങോട്ട് എടുത്തു വെക്കും, ഇങ്ങോട്ട് എടുത്തു വെക്കും. അല്ല, അത് പ്രശ്നമല്ല, പഠിക്കാൻ വേണ്ടി എടുത്തതാണ്, അതിന് ശേഷം എടുത്തു വെക്കുന്ന കുഴപ്പമില്ല. അതേ സമയത്ത് അതല്ലാതെ നമ്മൾ ഉപയോഗിച്ച മുസാഫ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, അതിപ്പോ അങ്ങോട്ട് ഷെൽഫിലേക്ക് എത്തിക്കണം, ഈ കുട്ടീനെ ഉപയോഗപ്പെടുത്താൻ പറ്റൂല. കാരണം വലാ തംകീനു സബീൽ മുമയ്യിസിൽ മുഹ്ദിസി, ശരിക്കും നിയമം പറ്റൂല എന്നുള്ളത് തന്നെ. പക്ഷെ ഇതൊരു ഇളവ് കൊടുക്കുന്ന, അപ്പൊ ആ ഇളവ് കൊടുക്കുന്നതിന്റെ അർത്ഥം മൊത്തത്തിൽ പിന്നെ നിയമം അങ്ങനെയാണ് എന്നുള്ളതല്ല. ആ സാഹചര്യത്തിൽ മാത്രമേ ആ ഇളവ് ഉണ്ടാവുള്ളൂ. ഒരു ഇളവ് കൊടുക്കുന്ന സമയത്ത് ആ ഇളവ് ആ സാഹചര്യത്തോട് മാത്രം പ്രത്യേകമാണ്. അപ്പൊ പഠനാവശ്യത്തിന് വേണ്ടി കുട്ടിക്ക് മുസാഫ് തൊടല് ഹറാമാവില്ല എന്ന് പറയുമ്പോ, തൊടലും ചുമക്കലും ഹറാമാവില്ല എന്ന് പറയുമ്പോ, എന്നാ പിന്നെ കുട്ടിക്ക് അല്ല ഏത് സാഹചര്യത്തിലും കുഴപ്പമില്ല എന്നർത്ഥം കിട്ടൂല. അത് ആ സാഹചര്യത്തിൽ മാത്രമേ എന്തുള്ള ഇളവുള്ളൂ. കാരണം അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് എന്താ? വിശുദ്ധ ഖുർആൻ തൊടല് ഒന്നുമില്ലാതെ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഇളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇളവ് അവിടത്തേക്ക് മാത്രം ബാധകമാണ്. ഇങ്ങനെ തന്നെ എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഇളവ് എവിടെയാണ് പറയുന്നത് അവിടത്തേക്ക് മാത്രം ബാധകമാണ്. അത് മൊത്തത്തിൽ എല്ലായിടത്തേക്കും വലിച്ചിടാൻ കഴിയൂല. ഇനി വ അമ്മ ഗൈറുൽ മുമയ്യിസി ഫയഹ്റുമു തംകീനുഹു മിൻ മുസ്ഹഫിൻ വകദാ കുല്ലു മുഅല്ലമിൻ. ഗൈറു മുമയ്യിസായ കുട്ടി, മുമയ്യിസായ കുട്ടി എന്ന് പറഞ്ഞാല് വകതിരിവുള്ള കുട്ടി. ഗൈറു മുമയ്യിസ് വകതിരിവില്ലാത്ത കുട്ടിയാ, ഒരു 4 വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ, വകതിരിവൊന്നുമില്ല. അങ്ങനത്തെ കുട്ടിക്ക് ഖുർആന് തൊടാനും ഇതാക്കാനൊക്കെ സമ്മതിക്കാൻ പറ്റുമോ? എന്നുവെച്ചാല് മുസാഫ് നോക്കി പഠിക്കാനുള്ള വകതിരിവില്ല. ഇത് മുസാഫാണ് എന്ന് മനസ്സിലാക്കാനും അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാനൊക്കെ ഉള്ള പക്വതയും ഇതൊന്നും ഇല്ലാത്തൊരു കുട്ടി, ആ കുട്ടി ഇപ്പൊ ഇങ്ങനെ കുട്ടിക്ക് പഠിക്കാനെന്നുള്ള ആവശ്യത്തിന് മുസാഫ് കൊടുക്കാൻ പറ്റുമോ? ആ കുട്ടി പഠിക്കാനെന്നുള്ള നിലക്കാണെങ്കിൽ വകതിരിവുണ്ടെങ്കിൽ പറ്റും. വകതിരിവില്ലെങ്കിൽ ഇപ്പൊ ആ കുട്ടി കൊടുത്താല് അടുത്ത റിയലായിരിക്കും മുസാഫ്. അപ്പൊ അതിന് വകതിരിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ സാഹചര്യത്തിലുള്ള കുട്ടികളാണെങ്കിൽ പറ്റൂല. അതാ പറയുന്നത് വലാ തംകീനു സബി വലാ അമ്മ ഗൈറുൽ മുമയ്യിസി ഫയഹ്റുമു തംകീനുഹു. മുമയ്യിസ് അല്ലാത്ത വകതിരിവില്ലാത്ത കുട്ടിക്ക്, വകതിരിവാൻ പ്രായപൂർത്തിയാവണമെന്നില്ല, വകതിരിവുണ്ടായാൽ മതി. വകതിരിവില്ലാത്ത നന്നേ ചെറിയ കുട്ടികളെ കഥയാണോ പറയുന്നത്. അവർക്ക് വിശുദ്ധ ഖുർആൻ കൊടുക്കല് ഫയഹ്റുമു തംകീനുഹു മിൻ മുസ്ഹഫിൻ, അവർക്ക് മുസ്ഹഫ് തൊടാൻ അനുവദിക്കല് ഹറാമാകും. കുട്ടിക്കാണ് ഹറാമാവുന്നതല്ല, രക്ഷിതാവിന്. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് തൊടാനുള്ള അവസരം കൊടുക്കരുത് വിശുദ്ധ ഖുർആൻ, ഹറാമാകും. വകദാ കുല്ലു മുഅല്ലമിൻ, അതുപോലെ തന്നെയാണ് എല്ലാ മുഅല്ലമായ കിതാബുകളൊക്കെ. ഏതുപോലെ? ഇപ്പൊ ഉദാഹരണത്തിന് മുഅല്ലമായ എല്ലാതെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പോലെ തന്നെ ഇപ്പൊ കിതാബുകൾ, ശറയ്യ ഇൽമ എഴുതപ്പെട്ട കിതാബുകൾ, അങ്ങനത്തെ കിതാബുകൾ എടുക്ക് നടക്കാനും മറ്റൊക്കെ കൊടുക്കരുത്. ഇപ്പൊ മദ്രസത്തെ പുസ്തകങ്ങൾ, കിതാബുകൾ എന്ന് പറയുന്നത് ഒക്കെ അതിന് പെട്ടതാണ്. ശറയ്യ ഇൽമ എഴുതപ്പെട്ട കിതാബുകളാണ് മദ്രസത്തെ കിതാബുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതെടുത്ത് അതിന്റെ പേജ് വലിച്ച് കീറാനൊന്നും ചെറിയ കുട്ടികൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന്റെ കുറ്റം കിട്ടിയ രക്ഷിതാക്കൾക്കാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് രക്ഷിതാക്കന്മാരെ പരിഹാരം കാണണം. ചെറിയ കുട്ടികൾ അങ്ങനെ പൊതുവെ ചെറിയ കുട്ടികളെടുത്ത് ജ്യേഷ്ഠന്മാരുടെ ഒക്കെ സ്കൂളത്തെ മദ്രസത്തെ പുസ്തകം എടുത്ത് കീറുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതിന് കുറ്റം കിട്ടും. ആർക്കാ കുറ്റം കിട്ടാം? നമുക്ക് കുറ്റം കിട്ടാം. കാരണം ശറയ്യായ ഇൽമ എഴുതിയ കിതാബ് അത് ഖുർആൻ പോലെ തന്നെയാണ്. ഏത് വിഷയത്തിൽ? ചെറിയ കുട്ടിക്ക് പിന്നെ കീറിപ്പറിക്കാനുള്ള അവസരം കൊടുക്കാനുള്ള വിഷയത്തിൽ അനുവദിക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത് വക്കദാ കുല്ലു മുഅല്ലമിൻ, അതുപോലെ തന്നെയാണ് എല്ലാ മുഅല്ലമായതും. മുഅല്ലമായത് എന്ന് പറയുമ്പോൾ അത് കിതാബ് മാത്രമല്ല, അതുപോലെ എല്ലാം അതിൽ വന്ന് വയഹ്റുമു വളുഉ നഹ്വി ദിർഹമിൻ ഫിൽ മുസ്ഹഫി. ഇനിയും പറയാണ്, ഈ നാണയത്തുട്ട് പോലാത്തത് വെക്കുക എവിടെ? മുസാഫിന്റെ ഉള്ളിൽ ഹറാമാണ്. നാണയത്തുട്ട് പോലാത്തത് വിശുദ്ധ ഖുർആനിൽ വെക്കുക ഹറാമാണ്. വ തംസീഖുഹു അബസൻ,
ഏയ് വ തംസീഖുഹു അബസൻ, വെറുതെ കീറുക വിശുദ്ധ ഖുർആൻ ഹറാമാണ്. വ മദ്ദുജിലി, കാല് നീട്ട ഇലൈഹി വിശുദ്ധ ഖുർആനിലേക്ക് ഹറാമാണ്. ഏയ് മുസഹഫ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അതിന്റെ നേരെ കാല് നീട്ടല് ഹറാമാണ്. മാലം യക്കുൻ അല മുർത്തഫീൻ, നമ്മൾ കാല് നീട്ടുന്നുണ്ട് പക്ഷെ ഖുർആൻ കുറച്ച് ഉയർന്നിട്ടാണ് നിൽക്കുന്നത് എന്നാ കുഴപ്പമില്ല. ഖുർആൻ കിടക്കുന്നത് ഷെൽഫിന്റെ മുകളിലത്തെ തട്ടിലാണ്, നമ്മൾ കാല് നീട്ടുന്നുണ്ട് ആ ഭാഗത്ത് നിന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നീട്ടാതിരിക്കലാണ് അദബ്. വ കിതാബത്തുൽ ഖുർആനി ബി ഗൈറിൽ അറബിയത്തി, അറബി ഭാഷയിലല്ലാതെ ഖുർആൻ എഴുതാ എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ എഴുതാ ഹറാമാണ്. വ ബൽഉ മാ കുതിബ, ഏയ് നമ്മളിപ്പോ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അറബി അല്ലാത്ത ഭാഷയിൽ ആ ഖുർആൻ എന്നുള്ള നിലക്ക് ഇങ്ങനെ എഴുതാ ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പറ്റുമോ? പറ്റൂല. ഖുർആൻ എന്നുള്ള നിലക്ക് എഴുതാണോ? പറ്റൂല. വ ബൽഉ മാ കുതിബ അലൈഹി ലാ അക്ലുഹു വലാ ശുർബുഹു, വിശുദ്ധ ഖുർആന് അത് എഴുതി എന്തെങ്കിലും പോയിട്ട് മിണുങ്ങ, വിശുദ്ധ ഖുർആൻ ഒരു കള്ളാസിൽ എഴുതിയാണ്, നേരെ പോയിട്ട് എടുത്ത് മിണുങ്ങ, വെറുതെ മിണുങ്ങ. ഖുർആൻ ഞാൻ കണ്ടപ്പോൾ കടിച്ച് തിന്ന, ഖുർആൻ തിന്ന, ഇങ്ങനെയൊക്കെ ഒരു ഇത് തോന്നാൻ എനിക്ക് ഇപ്പം എന്താ ചെയ്യുക? ഇങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് ഒന്ന് പറയാൻ പറ്റും? ഓരോരുത്തർക്ക് ഓരോന്നും തോന്നലല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്. ലാ അക്ലുഹു വലാ ഷുർബുഹു ലി ഷിഫായി, അതേ സമയത്ത് ഷിഫക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ എഴുതിയത് കുടിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇറക്കുന്നതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല. ഷിഫക്ക് വേണ്ടിയിട്ട്, രോഗശമനത്തിന് വേണ്ടിയിട്ട് എഴുതി കുടിക്കുന്നതിനോ മറ്റൊന്നും കുഴപ്പമില്ല, വിരോധമില്ല. അതേ സമയത്ത് അനാവശ്യമായിട്ട് വെറുതെ പോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, പോയിട്ട് ഖുർആൻ പോയിട്ട് നക്കുക, അല്ലെങ്കിൽ ഖുർആൻ എടുത്തിട്ട് വെള്ളത്തിലാക്കിയാൽ കുടിക്കുക, ഒരു ആവശ്യം ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഷിഫക്ക് വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ പറഞ്ഞത്. വ യുസന്നുൽ ഖിയാമുലിൽ മുസ്ഹഫി കൽ ആലിമി, ആലിമിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. ആലിമിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് എന്നതുപോലെ തന്നെ മുസ്ഹഫിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. മദർസന്ന് കുട്ടി വരുന്നുണ്ട്, മദർസന്ന് ഒന്നും മോനാണ്, വരുമ്പോൾ എണീച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എണീറ്റിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഫാത്തിമ നബിതങ്ങൾ എണീറ്റിക്കലുണ്ടായിരുന്നു, എണീറ്റ് നിന്ന് സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ എന്നെ എണീറ്റില്ലെങ്കിലും എൻ്റെ കയ്യിൽ മുസ്ഹഫ് ഉണ്ടെങ്കിൽ ആ മുസ്ഹഫിനെ ബഹുമാനിച്ച് എണീറ്റിക്കൽ സുന്നത്താണ്. ബൽ ഔല എന്നല്ല, ആലിമിനെ കണ്ടാൽ എണീറ്റിക്കൽ സുന്നത്താന്ന് പറഞ്ഞതിനേക്കാളും എന്താണ്, അതിനേക്കാളും വലിയ സുന്നത്താണ് വിശുദ്ധ ഖുർആൻ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ. കാരണം എന്താ, വിശുദ്ധ ഖുർആനല്ലേ അതിലും പവർ മഹത്വമുള്ളത്. വിശുദ്ധ ഖുർആനേക്കാളും മഹത്വമുള്ള ആലിമുണ്ടോ? ഇല്ല. വയുക്റഹു ഹർഖുഹു ഇല്ലാ ലിനഹ്വി സിയാനത്തി, വിശുദ്ധ ഖുർആൻ കത്തിക്കാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്. വിശുദ്ധ ഖുർആനെ കത്തിക്കാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്. ഇല്ലാ ലിനഹ്വി സിയാനത്തി, അതേ സമയത്ത് മുസ്ഹഫ് വളരെ പഴകിയിട്ടുണ്ട്, പണ്ട് എൻ്റെ ഉമ്മാമ ഓതിയ കിതാബാണ്, മുസ്ഹഫാണ്. അതിപ്പോൾ ആരും ഇവിടെ ഓതുന്നതില്ല, അങ്ങ് എത്തിയിട്ടുണ്ട് ആ മുസ്ഹഫ്, അതിൻ്റെ പേജൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരാനായിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ വെക്കുക എന്നുള്ളത് അതിൻ്റെ അദബോടുകൂടെ വെക്കാൻ കഴിയില്ല. അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കത്തിക്കുക, അത് കുഴപ്പമില്ല. അപ്പം കത്തിക്കുമ്പോൾ അതിൻ്റെ അദബോടുകൂടെ കത്തിക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആൻ കത്തിക്കുമ്പോൾ കത്തിക്കേണ്ട സാഹചര്യം, അത് സംരക്ഷിക്കാൻ കഴിയാതെ പ്രയാസപ്പെടാൻ, എനിക്ക് ഒരാൾക്ക് കൊടുത്ത വേറെ സംരക്ഷിക്കാനുണ്ട്, അങ്ങനത്തെ സാഹചര്യങ്ങളിലൊന്നല്ല. ഇതങ്ങനൊന്നും അല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു നിലക്കും നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അദബോടുകൂടെ കത്തിക്കണം. എന്നിട്ട് ആ കത്തിച്ച വെണ്ണീരിന് പോലും നമ്മൾ വെറുതെ അവിടെ ഇവിടെ ഇടാൻ പറ്റൂല, നമ്മൾ വേസ്റ്റ് ഇടുന്നിടത്ത് കൊണ്ടുപോയിട്ട് വലിച്ചെറിയാൻ പറ്റൂല, ഒന്നും പറ്റൂല. ഒന്നിയുടെ പുഴ പോലത്തെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഒഴുക്കുക, അതിൻ്റെ വെണ്ണീര്, അല്ലെങ്കിൽ അതിൻ്റെ അദബോടുകൂടെ എവിടെയെങ്കിലും കുഴിച്ചിടുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെ മുസാഫിനെ ചുംബിക്കുന്നതിന്റെ ഇതെന്താ? ചുംബിക്കുന്നത് കൊണ്ട് എന്താണ്? മുസാഫ് ചുംബിക്കുന്നത് നല്ല കാര്യമാണ്. നിങ്ങൾ ഉമിനീര് നൈവിലാവാതിരുന്നാൽ മതി, ഉമിനീരാക്കരുത്. ഉമിനീര് നമ്മളത് ആരതും മുസാഫിലാവരുത്.
ചുംബിക്കുന്നത് കുഴപ്പമില്ല, നല്ലതാ. നമ്മള് അതായത് ഇപ്പൊ നമ്മള് മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അവര് സാധാരണഗതിയിൽ ഇപ്പൊ വുളു ഇല്ലാതല്ലേ, ഏകദേശം പ്രായപൂർത്തിയായ കുട്ടികളാണല്ലോ 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾ. അവര് പൊതുയില്ലാതല്ലേ മുസാഫ് തൊടുന്നതും. 8ലും 9ലും പഠിക്കുന്ന കുട്ടികളെ ഇപ്പൊ മുസാഫ് കൊണ്ടുപോകുന്നുണ്ടോ മദ്രസയില്? ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടുപോകില്ല എന്നുള്ളതാണ്. മുസാഫ് അതിന് മുന്നേ ഓതി തീരുമല്ലോ. മുസാഫ് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആകുമ്പോഴേക്ക് ഓതി തീരും. പിന്നെ അവർ പഠിക്കുക ഫിഖ്, അതുപോലെ തന്നെ അഖ്ലാഖ്, അങ്ങനത്തെ കിതാബുകളാണ് പഠിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇൻ കേസ് മുസാഫ് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പറ്റൂല. പ്രായപൂർത്തിയായിട്ടുണ്ടാ പറ്റൂല, ഇല്ലെങ്കിൽ പറ്റൂ. പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇപ്പൊ വേണം. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ, നമുക്ക് ഉള്ളു കൊടുക്കുക എന്ന് വേണം. മുസാഫ് കൊടുക്കുക തൊട ഉള്ളു വേണം. പിന്നെ അപ്പോളെ ഈ പ്രത്യേകിച്ച് 7ലും 8ലൊക്കെ ഉള്ള ആൺകുട്ടികൾക്ക് പൊതുവെ പ്രായപൂർത്തിയാവുന്ന കേസുകൾ കുറവായിരിക്കും. പിന്നെ ആൺകുട്ടികൾ പൊതുവെ ഒരു 14-15 വയസ്സാകുമ്പോഴാണ്, 14 വയസ്സായ റേഞ്ചിൽ ചിലപ്പോൾ മനി വന്നിട്ട് പ്രായപൂർത്തിയാവും, അല്ലെങ്കിൽ 15 വയസ്സാകുമ്പോഴാണ് പ്രായപൂർത്തിയാവുക. ഏകദേശം ഒരു 10ാം ക്ലാസ്, ചിലപ്പോൾ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെ ആവും. ആ സമയത്ത് ചിലപ്പോൾ പെൺകുട്ടികൾ അതിനേക്കാളും കുറെ മുന്നേ തന്നെ ചിലപ്പം പ്രായപൂർത്തിയാവും ഹൈദ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അവർക്കാണ് ഈ വിഷയത്തിലൊക്കെ ശ്രദ്ധ വേണ്ടത്, പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ മുസാഫും ചുമന്ന് പോകും. മദ്രസയിൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ 9-10 വയസ്സാകുമ്പോഴത്തേക്കും പ്രായപൂർത്തിയാവുന്ന പെൺകുട്ടികൾ, അവർക്ക് എന്തായാലും നിർബന്ധമായി ഉളു തന്നെ വേണം. ഉളു നിർബന്ധമാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഉളു തൊടാൻ മാത്രമല്ല, ഉളു ഓതാനും അപ്പൊ അവർക്ക് ഇത് വേണം. എന്ത് വേണം? സോറി, മുസാഫ് ഓതാനും അവർക്ക് ഉളു വേണം. അപ്പൊ അങ്ങനെയുള്ള ഓതുന്നതിന് വലിയ അശുദ്ധിക്കാരനിക്ക് ഓതുന്നതിന് ഉളു വേണം. വലിയ അശുദ്ധിക്കാരനിക്ക് പ്രായപൂർത്തിയായ കുട്ടികളെ സംബന്ധിച്ചാ പറഞ്ഞു. അല്ല, പ്രായപൂർത്തിയായ കുട്ടികൾ നമുക്ക് ആർക്കും എല്ലാവർക്കും ഓതാം, ഫ്രീ ആയിട്ട് ഓതാം. ഞാൻ പറയുന്നത് വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ ഖുർആൻ ഓതാൻ പറ്റുമോ? വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ ഖുർആൻ ഓതാൻ പറ്റുമോ? അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. വലിയ അശുദ്ധി ഉള്ളപ്പോൾ മുസാഫ് ഖുർആൻ ഓതൽ ഹറാമാണ്. പിന്നെ അവിടെ ഇല്ല, ഉളു മാത്രം പോരാ, അവിടെ എന്തും വേണം, വലിയ അശുദ്ധി തന്നെ മാറണം. അതാണ് സംശയം ഞാൻ ചോദിച്ചത്. കാരണം വലിയ ശുദ്ധി പ്രായപൂർത്തിയായി കഴിഞ്ഞാല് അല്ലേ? പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും വിശുദ്ധ ഖുർആൻ തൊടാനോ ആവശ്യമില്ലല്ലോ. ഖുർആൻ ഓതുന്നതിന് വിശുദ്ധ ഖുർആന് ഞാൻ പറയുന്നത് നിങ്ങളെ ഈ അശുദ്ധി എന്ന് പറയുമ്പോൾ 2 അശുദ്ധി ഉണ്ട്. അപ്പോ വുളു ഇല്ലാതെ പ്രായപൂർത്തിയായ ഒരാളെ പറ്റിയിട്ട് നമ്മളെ ചർച്ച മൊത്തം പ്രായപൂർത്തിയായി കഴിഞ്ഞാല് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ ഖുർആൻ ഓതാനും പറ്റൂല, തൊടാനും പറ്റൂല, ചുമക്കാൻ ഒന്നിനും പറ്റൂല. വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ. വലിയ അശുദ്ധി ഇല്ല, പിന്നെ ചെറിയ അശുദ്ധി ഉള്ളതെങ്കിൽ തൊടാൻ പറ്റൂല, ചുമക്കാൻ പറ്റൂല, ഓതുന്നുണ്ട് കുഴപ്പമില്ല. ഇപ്പൊ എനിക്കിപ്പോ ഒന്നുമില്ലാത്ത സാഹചര്യം ആണെങ്കിൽ എനിക്കിപ്പോ ഓതുന്നുണ്ട് ഹറാമില്ല, തൊടലും ചുമക്കലും ഹറാമാണ്. വലിയ അശുദ്ധി ഉണ്ടെങ്കിലോ തൊടാനും പറ്റൂല, ചുമക്കാനും പറ്റൂല, ഓതാനും പറ്റൂല. ഇനി അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താ ഡൗട്ട് ഉണ്ടോ? വേറെ എന്താ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് വരുന്നത് കുളിയെ കുറിച്ചാണ്. നമ്മൾ വുളുവിന്റെ ഭാഗം കഴിഞ്ഞു, ഇനി നമ്മൾ കുളീനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കുളി എന്ന് പറയുമ്പോൾ എന്താ കുളി എന്ന് പറഞ്ഞാല് കുറെ വെള്ളം പോരാ എന്നതാണോ ഇവിടെ സാങ്കേതിക അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന കുളി? കുളി എന്ന് പറയുമ്പോൾ ഹുവ ലുഗത്തൻ സലാനുൽ മായി അല ഷൈഇൻ, എന്തേലും ഒരു വസ്തുവിന്റെ മേലിൽ വെള്ളം ഒഴിക്കുന്നതിനാണ് എന്ത് പറയാ? ഗുസ്ല് എന്ന പദം പ്രയോഗിക്കുക ഭാഷാർത്ഥത്തിൽ. സമയത്ത് നമ്മളിവിടെ കിതാബിൽ നമ്മൾ കുളി എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ നമ്മൾ പറയുന്നത് സലാനുഹു വശർഅൻ സലാനുഹു അല ജമീഇൽ ബദനി ബി നിയ്യത്തിൻ, നീയത്തോടുകൂടെ ശരീരം മുഴുവനും വെള്ളം എത്തിക്കുക, വെള്ളം ഒഴുകുക എന്നതാണ്, ഒഴുക്കുക എന്നുള്ളതാണ് കുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒഴുക്കിക്കൊള്ളണമെന്നില്ല, വേറെ ആൾ ഒഴിക്കാലും മതി, നമ്മൾ തന്നെ ഒഴുക്കിക്കൊള്ളണമെന്നില്ല. അപ്പം ശരീരത്തിന്റെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തുക, അത് നീയത്തോടു കൂടി ആവുകയും ചെയ്യുക എങ്കിലേ അതിനെപ്പറ്റി കുളി എന്ന് പറയുള്ളൂ. ഒരുത്തനൊരു നീയത്തും വെക്കാണ്ട് പോയിട്ട് ജനാപത്തുകാരനാണ്, ഒരു നീയത്തും വെക്കാണ്ട് നേരെ പോയിട്ട് എന്ത് ചെയ്ത് ഒരു കുളത്ത് പോയിട്ട് മുങ്ങി കുളിച്ചിങ്ങ് പോന്നു, അവൻ്റെ അശുദ്ധി നീങ്ങുമോ? ജനാപത്തുകാരനായാലും കുളിക്കണം.
എന്ന് പറയുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന കുളി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അതില്ല. അത് നിയ്യത്തോടു കൂടെ കുളിച്ചാൽ ആ ഉദ്ദേശിക്കുന്ന കുളിയാവുള്ളൂ. അപ്പോ നമ്മളിവിടെ കുളി എന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്താ? നിയ്യത്തോടു കൂടെയുള്ള ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുന്ന ആ പ്രക്രിയക്കാണ് ഇവിടെ കുളി എന്ന് പറയുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ ജനാബത്തുകാരായാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാവണം. ശുദ്ധീകരണം ചെയ്യണം എന്ന് വെച്ചാൽ കുളിക്കണം. പിന്നെന്തും പറഞ്ഞു, ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദി വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർൻ, നിങ്ങൾ സ്ത്രീകൾക്ക് ഹൈളുള്ള സമയത്ത് അവരുമായി ബന്ധപ്പെടരുത്. വലാ തഖറബൂഹുന്ന, നിങ്ങൾ ലൈംഗികമായി അവരോട് സഹവസിക്കരുത്. ഹത്താ യത്ഹുർന, അവര് പിന്നെ ത്വഹാറത്തിലേക്ക് എത്തുന്നത് വരെ, ഒരു ഇത് മാറി ഹൈദ് കഴിഞ്ഞ് അല്ലെങ്കിൽ നിഫാസ് കഴിഞ്ഞ് അവർ കുളിച്ച് കഴിയുന്നത് വരെ നിങ്ങൾക്ക് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും ചെറിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കണം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലായി. ഇതാണ് ഇപ്പൊ തെളിവ്. ഇനി അപ്പൊ കുളി എന്നുള്ളതിനെ പറ്റിയാ പറയുന്നത്. കുളി നിർബന്ധമാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതൊക്കെയാണ് ഇനി ചർച്ച ചെയ്യുന്നത്. കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ? കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ, അത് 6 കാര്യങ്ങളുണ്ട്. കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, ഖുറൂജു മനീഹി, മനി പുറപ്പെടുക. മനി പുറപ്പെടുക എന്നുള്ളൂ. മനി പുറപ്പെട്ടു കഴിഞ്ഞാൽ കുളി നിർബന്ധമായി. യുറഫുൽ മനിയു, മനിയാണെന്ന് ഇപ്പൊ എങ്ങനെ തിരിച്ചറിയാം? അത് തിരിച്ചറിയാം ബി തദഫുക്കിൻ. ഒന്ന്, മനി പുറപ്പെടുക ഒരു തദഫുക്കോട് കൂടെയാണ്, ഒരു പ്രസ്സോട് കൂടെയാണ്, ഒരു ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. ഒരു പ്രഷറോട് കൂടെ ഘട്ടം ഘട്ടമായിട്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, തദഫുക്കിന്റെ അർത്ഥം. ഔ ലദ്ദത്തിൻ, അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രഷറോട് കൂടെ ഒരു ഘട്ടം ഘട്ടം ഇങ്ങനെ പോകുന്നുണ്ട്, മനസ്സിലാക്കുക അത് മനിയാണ് എന്നുള്ളത്. ഔ ലദ്ദത്തിൻ, അല്ലെങ്കിൽ ഒരു അനുഭൂതിയോടുകൂടെ പോവുക, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദം ലഭിക്കുക, അതുണ്ടാകുന്നുണ്ടെങ്കിൽ അത് മനിയാന്ന് മനസ്സിലാവും. ഇനിയിപ്പോ ഒരുത്തന് ഉറങ്ങുമ്പോഴാണ് എന്ത് ചെയ്തത് സംഭവിച്ചത്, ഉറങ്ങിയിട്ടപ്പാണ് കാണുന്നത്, ഓനിക്ക് അങ്ങനെ ഒരു ലദ്ദത്ത് ഓർമ്മയില്ല, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പോയത്, അതൊന്നും അറിയില്ല, ഉറങ്ങി എണീച്ചപ്പം കാണുന്നുണ്ട്. എന്തപ്പോ ചെയ്യാം? ഔ രീഹി അജീനിൻ റത്ബൻ വ ബയാലി ബൈലിൻ ജാഫൻ, പിന്നെ ഗോതമ്പ് മാവിന്റെ ഒരു മണം ഉണ്ടാവും, റത്ബൻ പച്ചയാവുമ്പോ. ഉണങ്ങിക്കിടക്കാതെ ആ ഒരു എന്താ പറയാ ദ്രാവക അവസ്ഥയിലാണ് അത് ഉള്ളതെങ്കിൽ, അത് കട്ട പിടിച്ചിട്ടില്ല, അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഇത് മനിയാണോ ഇല്ലയോ തിരിച്ചറിയാനാണ് നമ്മളിപ്പോ പറയുന്നത്. ആ സാഹചര്യത്തില് അത് ഉണങ്ങാത്ത അവസ്ഥയിലാണെങ്കിൽ അതിന് ഒരു ഗോതമ്പ് മാവിന്റെ ഒരു ആ ഒരു തരത്തിലുള്ള ഒരു മണം ഉണ്ടാവും. എന്നാൽ അതിനെ മനസ്സിലാക്കുന്നത് അത് മനിയാണ് എന്നുള്ളത്. മദീനോ വദീനോ ആ മണം ഉണ്ടാവില്ല. വ ബയാലി ബൈലിൻ ജാഫൻ, ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പഴയ മണമൊന്നും ഉണ്ടായിക്കോണമെന്നില്ല, ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു നിറം ഉണ്ടാവും, മുട്ടയുടെ വെള്ളയുടെ നിറം ഉണ്ടാവും. അപ്പം ഉണങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു കട്ടിയായിട്ട്, മുട്ട എങ്ങനെയാണോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണങ്ങി കിടന്നുണ്ടാവുക മുട്ടയുടെ വെള്ള, അതേ രൂപത്തിൽ കട്ടിയായിട്ട് പിന്നെ മുട്ടയുടെ വെള്ളയുടെ സ്വഭാവം ഉണ്ടാവും. ഈ അടയാളങ്ങളാണ് മനീനെ തീരുമാനിക്കാനുള്ള അടയാളങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അത് മനിയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? ചിലപ്പോ ഇതിൽ പല ഇപ്പൊ ലദ്ദത്തും ഉണ്ടാകും, സുഖം ലഭിക്കും, ഘട്ടം ഘട്ടമായി വരികയും ചെയ്ത്, പിന്നെ ഗോതമ്പ് മാവിന്റെ ഒരു മണം ഉണ്ടാവുകയും ചെയ്ത്, ഇതൊക്കെ എന്തായാലും മനസ്സിലാക്കിയത് എന്ത് തന്നെയാണ്, മനി തന്നെയാണ്. ഇനി അതൊന്നല്ല, ഇങ്ങനെ ഡൗട്ടൊക്കെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടായോ എന്നാൽ പിന്നെ എന്താണ്, അത് മനിയാണെന്ന് മനസ്സിലാക്കണം. മനിയാന്ന് മനസ്സിലായാൽ പിന്നെ അപ്പൊ കുളിക്കണം, കുളി നിർബന്ധമായി. അതേസമയത്ത് ഇതിൽ പറഞ്ഞ ഒന്നും ഉണ്ടായില്ല, ഘട്ടം ഘട്ടമായിട്ട് വന്നതൊന്നും അനുഭവമില്ല, അല്ലെങ്കിൽ
ഒരു ലദ്ദത്ത് കിട്ടിയതായിട്ടും ഒരു ഒരു ഫീലിംഗ് കിട്ടിയതായിട്ടൊന്നും ഓർമ്മയില്ല. അല്ലെങ്കിൽ ഇത് നനഞ്ഞിട്ടുള്ളത്, പക്ഷെങ്കിൽ ഗോതമ്പ് മാവിന്റെ ഒരു മണോ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. അതും അല്ലെങ്കിൽ ഉണങ്ങി കട്ടയെ കിടക്കാണ്, പക്ഷെങ്കിൽ അത് ഈ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ തൊട്ടാൽ മനസ്സിലാവുന്ന രൂപത്തിലോ അല്ലെങ്കിൽ പിന്നെ മുട്ടയുടെ വെള്ളയുടെ കളർ ഒന്നുമില്ല ഇതിന്. ഇങ്ങനെ ഒരു അടയാളം ഇല്ല. എന്തോ ഒരു സാധനം ഇങ്ങനെ പോയാൽ കാണുന്നുണ്ട്, എന്നാ പിന്നെ അത് മനിയല്ലാന്ന് തീരുമാനിക്കാൻ കഴിയും. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ അത് മനിയായി, അപ്പൊ കുളി നിർബന്ധമാവും. ആ സമയത്ത് വതിയോ മതിയോ ആണെങ്കിൽ കുളി നിർബന്ധമില്ല, അവിടെ കഴുകി കളഞ്ഞിട്ട് ഒന്നെടുത്താൽ മതി. വലോ ഫുഖിദത്ത് ഹാദിഹിൽ ഖവാസു. ഒരു സംശയം, ഈ വദീ മദി എന്ന് പറയുന്നത് നജസാണോ? നജസാണ്, രണ്ടും നജസാണ്. അത് വസ്ത്രത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അത് ക്ലിയർ ആക്കണം. അതിനെ പറ്റിയൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. വലോ ഫുഖിദത്ത് ഹാദിഹിൽ ഖവാസു സലാസ് ഫലാ ഗുസ്ല വുജൂബൻ വലാ നദ്ബൻ ബൽ യഹ്റുമു. ഈ ഒരടയാളവും കണ്ടിട്ടില്ല കേട്ടോ, ഈ പറയപ്പെട്ട ഒരടയാളം കാണുന്നില്ല. വലോ ഫുഖിദത്ത് ഹാദിഹിൽ ഖവാസു സലാസ്, ഈ പറയപ്പെട്ട 3 പ്രധാനപ്പെട്ട അടയാളങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫലാ ഗുസ്ല വുജൂബൻ, അപ്പൊ പിന്നെ കുളിക്കാൻ പാടില്ല. ജനാബത്തിന്റെ നിയത്തോടുകൂടെ അപ്പൊ കുളിക്കാൻ പാടില്ല. നിർബന്ധമായിട്ടും പറ്റില്ല. വലാ നദ്ബൻ, സുന്നത്തായിട്ട് അപ്പൊ കുളിക്കാൻ പറ്റൂല. ബൽ യഹ്റും, അപ്പൊ ജനാബത്തിന്റെ നിയത്ത് വെച്ച് കുളിച്ചാൽ ഹറാമിന്റെ കൂലി കിട്ടും, ഹറാമിന്റെ കുറ്റം കിട്ടും. ഒരുത്തനിക്ക് എന്തോ ഒരു ഡ്രസ്സിൽ എന്തോ കാണുന്നുണ്ട്, ഇതിപ്പോ എങ്ങനെയാണ് മനിയാണ് എന്നുള്ളതിന് ഒരു അടയാളവും ഇല്ല, ഈ പറഞ്ഞ നിലക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ നേരെ പോയിട്ട് ജനാബത്തിനെ നിയത്ത് വെച്ചിട്ട് ഒന്ന് സൂക്ഷ്മതയോടുകൂടെ കുളിച്ചതാണെന്ന നിലക്ക് പോയി കുളിക്കാണ്, ഹറാമാണ്, പറ്റൂല. ചോദിച്ചോളി. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കോ? അതായത് നമ്മൾ പറഞ്ഞു മനിയിന്റെ അടയാളം എന്ന് പറയുന്നത്, മനിയെ മനസ്സിലാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അത് ഘട്ടം ഘട്ടമായിട്ട് വരിക എന്നുള്ളതാണ് ഒരു അടയാളം. ഒരു പ്രഷറോടുകൂടെ ഘട്ടം ഘട്ടമായി വരിക. വേറൊരടയാളാണ് അത് വരുന്ന സമയത്ത് ഒരു സുഖം ലഭിക്കുക എന്ന് പറയുന്നത്, ലദ്ദത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു അടയാളാണ് അതിന് ഒരു ഗോതമ്പ് മാവിന്റെ രൂപത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മണം ഉണ്ടാവും, ആ മണം ഉണ്ടാവുക എന്നുള്ളത്. നാലാമത്തെ അടയാളാണ് ഉണങ്ങിയിട്ടുള്ളതെങ്കിൽ അതിന് മുട്ടയുടെ വെള്ളയുടെ സ്വഭാവം ഉണ്ടാവും എന്നുള്ളത്. ഈ പറഞ്ഞ ഒരടയാളം കാണുന്നില്ല, എന്തോ കുറച്ച് അവിടെ എന്തോ കാണുന്നുണ്ട്. അത് മനിയായാലോ എന്നൊരു ബേജാറൊക്കെ എൻ്റെ മനസ്സിൽ. എന്നിട്ട് പോയിട്ട് ജനാബത്തിന് നിർബന്ധമായ കുളി കുളിക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി നിർബന്ധമായ കുളി കുളിക്കുന്നു. ഈ കുളി കുളിക്കുക എന്ന് പറയുന്നത് ജനാബത്തിന്റെ കുളി കുളിച്ചാൽ ആ കുളി ഹറാമാണ് അപ്പോൾ എന്നാണ് പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒരു കാരണമെങ്കിലും കാണാതെ പോയിട്ട് കുളിക്കുന്നത്, ജനാബത്തിന്റെ കുളി കുളിക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. ആ കുളി നിർബന്ധമില്ല, സുന്നത്തും ഇല്ല, പക്ഷെ ഹറാമാണ് എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. എങ്ങനെ? അത് ഹറാമാണ്. അതെ, വെറുതെ പോയി കുളിച്ചാൽ ഹറാമാണ്. ഈ കാരണങ്ങൾ ഇല്ലാതെ പോയിട്ട് ജനാബത്തിന് കുളി കുളിച്ചാൽ ഹറാമാവും എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി ഒറ്റൊരു മസാല കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, സമയം വൈകിട്ടുണ്ടല്ലോ. നാം ലൗ ശക്ക ഫിൽ ഖാരിജി ആ മനിയുൻ ഹുവ അം മദിയുൻ. ഇപ്പോഴത്തേക്ക് ഡൗട്ട്, ഇത് മനിയാണോ മദിയാണോ? അപ്പൊ എന്ത് ചെയ്യണം? ചെറിയൊരു ഡൗട്ടിങ് വന്ന്, കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കാരണം കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു ഡൗട്ട് എന്നല്ല, ചെറിയ ഒരു കാരണം ഉള്ള പോലെയൊക്കെ തോന്നുന്നു. ഒരു മുട്ടയുടെ വെള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട്, പക്ഷെ ആണ് ഉറപ്പിക്കാനൊന്നും കഴിയുന്നില്ല. മതിയാണോ മനിയാണോ ഡൗട്ട് അടിച്ച്. ഫൈൻ ഷാ ജാലഹു മനിയൻ, എന്നവനിക്ക് വേണമെങ്കിൽ അതിനെ മനിയാക്കാം. അപ്പൊ എന്ത് ചെയ്യണം? മനിയാക്കുകയാണെങ്കിൽ ഓൻ കുളിക്കണം, വകത്തസല, നിർബന്ധമായ കുളിക്കാൻ വേണ്ടി വരും. വൈൻ ഷാ ജാലഹു മദിയൻ, ഇനി എനിക്ക് ഡൗട്ട് ഇത് രണ്ടാവാനുള്ള സാധ്യത ഇങ്ങനെ തോന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനിയാക്കിയിട്ട് കുളിക്കുകയും ചെയ്യാം, മതിയാക്കിയിട്ട് അവിടെ കഴുകിക്കളഞ്ഞ് ഉളു കൊടുക്കുകയും ചെയ്യാം, രണ്ടും പറ്റും. ഡൗട്ട് അടിച്ചാലുള്ള മസാല മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? എന്താ ഡൗട്ട് ഉണ്ടോ? സാധാരണയായിട്ട് എന്താണ് സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത് ശരിക്കും മനി തന്നെയല്ലേ വരാ?
ആ ഉറക്കത്തിന് അതെ, അതില് ഒന്നുകിൽ ഈ സ്വപ്നത്തിൽ തന്നെ ഈ അനുഭവം, ഈ ലദ്ദത്ത് കിട്ടും, ഈ തദഫുക്കായി വരുന്നത് അറിയും. ചിലപ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഉറങ്ങി എണീക്കും. അതല്ലാത്ത സാഹചര്യത്തിൽ ഓനൊന്നും അറിയുന്നില്ല, ഉറങ്ങി എണീറ്റിട്ടാണ് സംഗതി കാണുന്നത്. അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഉറങ്ങി എണീറ്റ സമയത്ത് ഇങ്ങനെ എന്തോന്ന് കാണുകയാണ്. അപ്പൊ ആ കാണുന്ന സമയത്ത് അപ്പൊ പിന്നെ നോക്കാൻ എന്താ കഴിയുള്ളൂ, അത് നനഞ്ഞിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് മണത്ത് നോക്കിയാൽ അവര് ഈ മനീനുണ്ടാവുന്ന ആ ഒരു മണം, ഗോതമ്പ് മാവിന്റെ ഒരു മണം ഉണ്ടോ എന്നാ പിന്നെ മനിയാണെന്ന് മനസ്സിലാവും. അതല്ലെങ്കിൽ ഉണങ്ങി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഉണങ്ങി പറ്റി പിടിച്ചിട്ടുള്ള, നമ്മൾക്ക് ഒരു ഓർമ്മയില്ല എന്തോ വന്നിനോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ പിന്നെ ആ സാധാരണ അത് ഈ മുട്ടയുടെ വെള്ളം എങ്ങനെയാണ് ഉണങ്ങി പിടിച്ചാൽ ഉണ്ടാവുക, അതിന്റെ ആ കളറും അതിന്റെ ആ ഒരു സ്വഭാവവും ഉണ്ടോ. സാധാരണ ഈ മതിയും വതിയും എന്ന് പറയുന്നത് കട്ടിയുള്ള സാധനമല്ല, അത് വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ്. അത് ഈ മനീന്റെ അത്ര കട്ടി ഉണ്ടാവില്ല. അപ്പൊ ഉണങ്ങി പിടിക്കുന്ന സമയത്ത് മനീൻ ഉണ്ടാവുന്ന കട്ടി അതിനുണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനിയാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കുളി നിർബന്ധമായി. മനി എല്ലാം നമുക്ക് ഉറപ്പായി, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഈ പറഞ്ഞ ഒരു വിശേഷണവും ഇല്ല, കട്ടയായിട്ട് ഒന്നും കാണുന്നില്ല, ചെറിയ എന്തോ ഒരു തുള്ളി ഇങ്ങനെ കാണുന്നു. അപ്പൊ മനി എല്ലാം ഉറപ്പായി, അപ്പൊ പോയി കുളിക്കല് ഹറാമാവും നമ്മൾ പറഞ്ഞേ. ഇനി രണ്ടും ഡൗട്ടാണ്, മനിയാണോ മതിയാണോ. കുറെ ഒരു സാധ്യത മനിയാവാനുണ്ട്, അല്ലാതിരിക്കാനുണ്ട്. അങ്ങനെയാണ് പിന്നെ ഇഷ്ടമുള്ള ചെയ്യുക. മനിയാക്കിയിട്ട് കുളിക്കുകയും ചെയ്യുക, മതിയാക്കിയിട്ട് കഴുകിക്കളയുകയും ചെയ്യുക എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആണ്. മനിയായാലും മതിയായാലും രണ്ടും വസ്ത്രത്തിലായാലും നജസ് തന്നെയാണല്ലോ അല്ലെ? അതല്ലേ മനി നജസല്ല, മനി നജസല്ല. മതിയും വതിയും നജസാണ്. മനി നജസല്ലെങ്കിലും പിന്നെ കുളി നിർബന്ധമാവും. എനിക്ക് മനസ്സിലായോ? മനി നജസല്ല. അപ്പം ആ വസ്ത്രം ഉപയോഗിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. പറ്റും. മനിയുള്ള വസ്ത്രം പ്രശ്നമല്ല. പക്ഷെ മനി അത് ഡേർട്ടിയാണ്, അതൊരു മ്ലേച്ഛതയാണ്, അത് ഒഴിവാക്കാണ് വേണ്ടത്. നമ്മളിപ്പോ ശരീരത്തില് പിന്നെ ഇപ്പൊ കഫം നജസാണോ? അല്ലല്ലോ. പക്ഷെ കഫമുള്ള വസ്ത്രത്തിൽ നമ്മൾ നിസ്കരിക്കുമോ? ഇല്ല. അത് മാറ്റിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് നിസ്കരിക്കും. വെച്ചാൽ അത് നജസാണോ ചോദിച്ചാൽ അല്ല. കാരണം നജസാന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ട് ഇവിടെ, വലിയ പ്രശ്നമുണ്ട്. മനുഷ്യൻ ഉണ്ടാവുന്നത് നജസിൽ നിന്നാണെന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഹനഫി മദ്ഹബില് കഫം നജസല്ല. കഫൻ നജസല്ല. അപ്പോള് കഫൻ വസ്ത്രത്തിൽ ആയി കഴിഞ്ഞാൽ നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല 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 ഇല്ല, കഫം ആയതുകൊണ്ട് കുഴപ്പമില്ല. നജസ്സുള്ള ഒരു കഫുണ്ട്, അതെന്ന് പറഞ്ഞാല് നമ്മുടെ ആമാശയത്തു നിന്ന് ഇങ്ങനെ മേലേക്ക് കയറി വരുന്ന കഫ, അത് വളരെ റെയർ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഛർദീന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കഫം ആമാശത്തു നിന്ന് ഇങ്ങോട്ട് വന്നാൽ അത് ഹറാമാവും. അല്ലാതെ ഇങ്ങനെ വലിക്കുമ്പോൾ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കഫം നജസ്സല്ല. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് അതൊക്കെ പിന്നെ മാലിന്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഹനഫി സമയത്ത് നമുക്ക് അതായത് ജലദോഷം പിടിച്ച് മൂക്കുന്ന വരുന്നത് സാധാരണ ഇപ്പൊ നമ്മള് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോ അവരെടുത്ത് ഫൈൻ ഉണ്ടാവും, അത് അവരെടുത്തിട്ട് പിടിച്ചിട്ട് നേരെ പോക്കറ്റിൽ വെക്കുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അത് നജസ്സല്ലല്ലോ. മൂക്ക് പിടിച്ചാലും കഫങ്ങളൊക്കെ അവർ സാധാരണ ഫൈൻ എടുത്തിട്ട് തുടച്ചിട്ട് നേരെ പോക്കറ്റിലാണ് വെക്കുന്നത്. കുഴപ്പമില്ല, ഹറാമല്ല. ഹറാമില്ല. ഇല്ല ഇല്ല, നജസ്സല്ലല്ലോ, നിസ്കാരത്തിന് ബാധിക്കുന്നില്ല അത്. ഇപ്പൊ ക്ലിയർ ആണെന്ന് തോന്നുന്നുണ്ട്. അതേസമയം വായില് വന്നു കഴിഞ്ഞാൽ നമസ്കാരത്തിൽ അത് ഇറക്കാൻ പാടില്ല എന്നല്ലേ വിധിയില്? അല്ല, നിസ്കാരം ബാത്തിലാവുന്ന വേറെ വിഷയം. നിസ്കാരം ബാത്തിലാകാൻ കഫൊന്നുമില്ല. ഇനി പച്ചവെള്ളം ഇറക്കിയാലും നിസ്കാരം ബാത്തിലാവും. ഏയ് കീശയില് ചെറിയൊരു കുപ്പി വെള്ളം വെച്ച് തറാവിസ്കി ഇങ്ങനെ കുടിക്കാൻ പറ്റുമോ? പറ്റൂല. കഫൊന്നുമില്ല, എന്താണെങ്കിലും ഹറാമ, നിസ്കാരം ബാത്തിലാവും. അതങ്ങനെ തന്നെ. നിസ്കാരം നോമ്പൊക്കെ ബാത്തിലാവുന്ന വിഷയം വേറെ. വേറെന്താ ഡൗട്ട് ഉണ്ടോ? എന്നാ അതിന്റെ പിയ സ്വലാത്തിലേക്കൂടെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.